നമുക്കിഷ്ടപ്പെട്ട പല ലൈറ്റുകളും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാതെ വരികയും അതുപോലെ തന്നെ വേണ്ടത്ര ലൈറ്റ് പോയിന്റ്സുകൾ നമുക്ക് കിട്ടാതെ വരികയൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു ലൈറ്റിംഗ് ലേഔട്ട് ഇല്ലാത്തത് അല്ലെങ്കിൽ ഒരു ലൈറ്റിംഗ് കൺസൾട്ടന്റ് ഇല്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ഇത്തരം ലൈറ്റുകളൊക്കെ നമുക്കൊരു 300 രൂപ പോലൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ജിപ്സം ചെയ്യുന്നതിന് മുന്നേ ഇത് പ്ലാൻ ചെയ്ത് വെക്കണം. ചെയ്യും. കാരണം ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ അവിടെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്താലേ നമുക്ക് ആ ഒരു ഫിനിഷിംഗ് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ലൈറ്റ്സുകൾ അല്ലെങ്കിൽ വോളിലേക്ക് വരുന്നത് 330 രൂപ മുതൽ നമുക്ക് സ്കോറിയോയിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റ് ഇത് നമുക്ക് നമ്മുടെ കോൺക്രീറ്റിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വീട് നിർമ്മിക്കുമ്പോഴേ നമ്മൾ ഒട്ടും ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്ത ഒരു സംഗതിയാണ് ഈ ലൈറ്റുകളുടെ കാര്യത്തിൽ പലപ്പോഴും വരിക. ശരിക്കും പ്ലാനിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്തു വെക്കേണ്ട ഒന്നാണ് ഈ ലൈറ്റിംഗ് ലേഔട്ട് എന്ന് പലപ്പോഴും പല ആളുകളും ചെയ്യാറില്ല. ഹൗസ് വാമിങ്ങോടൊക്കെ അടുക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലൊരു ലൈറ്റ് ഷോപ്പിലേക്ക് പോവുകയും നമുക്ക് കണ്ടിഷ്ടപ്പെടുന്ന കുറച്ച് ലൈറ്റ്സുകൾ നമ്മൾ പർച്ചേസ് ചെയ്ത് വരികയാണ് പതിവ്. ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ട പല ലൈറ്റുകളും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാതെ വരികയും അതുപോലെ തന്നെ വേണ്ടത്ര ലൈറ്റ് പോയിന്റ്സുകൾ നമുക്ക് കിട്ടാതെ വരികയൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ റൂമുകളിലേക്ക് ഓവർ ലൈറ്റ് ആവും, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ലൈറ്റ്സ് കിട്ടാതെയൊക്കെ വരും. ഇതിന് മെയിനായിട്ടുള്ള ഒരു ഘടകമാണ് ലൈറ്റിംഗ് ലേഔട്ട്. ഈ ലൈറ്റിംഗ് ലേഔട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കോൺക്രീറ്റിൻ്റെ ടൈമിൽ ആവശ്യത്തിലുള്ള ലൈറ്റ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ റൂമുകളിലൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും പല ആളുകളുടെയും ചിന്തയാണ് പ്രൊഫൈൽ ലൈറ്റ് പോലെയുള്ള അല്ലെങ്കിൽ കോവ് ലൈറ്റ് പോലെയുള്ള പല ലൈറ്റ്സുകളും നമുക്ക് ഫോൾ സീലിംഗിൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത്. അങ്ങനെ തെറ്റാണ്. ശരിക്കും ഈ പറഞ്ഞ ആ ഒരു ലൈറ്റിംഗ് ലേഔട്ട് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പല ലൈറ്റ്സുകളും നമ്മുടെ കോൺക്രീറ്റ് സ്ലാബുകളിലേക്ക് ഡയറക്റ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ വേറൊരു ലെവലിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇത് ഞാനുള്ളത് നമ്മുടെ തോന്നയ്ക്കിലുള്ള ബിൽഡ് ഹബിലുള്ള സ്കോറിയോ ലൈറ്റ്സിലാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2025 വരുന്ന സമയത്ത് ലൈറ്റുകളുടെ കാര്യത്തിൽ ധാരാളം അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വെറും 60 രൂപ മുതൽ തന്നെ നമുക്ക് ഡെക്കോർ ലൈറ്റുകൾ ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇറ്റ്സ് മീ സുനി, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇത് നമ്മുടെ സ്കോറിയോയുടെ സ്വന്തം ബഷീർക്കയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബഷീർക്കായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെ. ബഷീർക്ക പലപ്പോഴേ ഈ ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ പ്രേക്ഷകർ അപ്ഡേറ്റഡ് അല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാം. ഈ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ മാത്രമാണ് ഏറ്റവും പീക്ക് ടൈമിൽ വന്നിട്ടാണ് ലൈറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട്. അതെ 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 പലപ്പോഴും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പല ഹൗസ് വാമിങ് വീടുകളിലും പോയിട്ട് ലൈറ്റ് കണ്ടിട്ട് അവരെടുക്കൽ ചോദിക്കും ഇത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അങ്ങനെ ലാസ്റ്റ് സ്റ്റേജിൽ ഇവർ വന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഇത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അതെ അതെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് കുറേ അധികം ബുദ്ധിമുട്ടുകൾ വരും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു ലൈറ്റിംഗ് ലേഔട്ട് ഇല്ലാത്തത് അല്ലെങ്കിൽ ഒരു ലൈറ്റിംഗ് കൺസൾട്ടന്റ് ഇല്ലാത്തതാണ്. അതെ അതെ എനിക്ക് തോന്നുന്നത് സ്കോറിയോ ഒരു ബെസ്റ്റ് ലൈറ്റിംഗ് കൺസൾട്ടന്റ് ആണ്. ശരിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഏകദേശം കോൺക്രീറ്റിനൊക്കെ മുമ്പായിട്ട് വന്ന് ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റ്സുകൾ ഇവിടെ നിന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. അന്നേരം ഇവർ കൃത്യമായിട്ട് പറഞ്ഞു തരും അതെങ്ങനെ പ്ലേസ് ചെയ്യണോ. അതെ തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ പുറകിൽ കാണുന്നത് ഫാൻസി ലൈറ്റ്സ് ആണ്. അതെ അതെ ഇതൊക്കെ നമുക്ക് ഒരു എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പൊ നമുക്ക് ഒരു 320 രൂപ മുതൽ അങ്ങോട്ട് പോകും. അത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ വീടിന്റെ ഇതിനനുസരിച്ചൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. ലൈറ്റിങ്ങിന് ഭയങ്കര പ്രാധാന്യം. ഒരു വീട് തീർച്ചയായിട്ടും ചെയ്യുമ്പം അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് ചെയ്താലേ വീടിന്റെ യഥാർത്ഥ ഒരു ഭംഗിയിലേക്ക് എത്തുമെന്നാണ്. നമ്മൾ എത്ര വീട്ടിനകത്ത് എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ആ ലൈറ്റൂടെ വരുമ്പോഴാണ് അതിനകത്തൊരു പൂർണ്ണതയിലേക്ക്. അതെ. ഇനി മറ്റൊരു ഡൗട്ട്സ് ആണ് ഇതുപോലുള്ള ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലൈന്റ് ആയി പോവുമോ അല്ലെങ്കിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് ഈ കാണുന്ന ഒരു വാൾ ഹാങ്ങിങ് ലൈറ്റാണ്. അപ്പം ഇത് ഏകദേശം നമുക്കിതിനകത്തൊരു കംപ്ലൈന്റ് വരിക എന്ന് പറയുന്നത് ഇതിന്റെ ബൾബിലാകും മാത്രം. ഈ ഒരു ബൾബ് ഇതിനകത്ത് വേറെ ഒന്നിലും വരാനായിട്ട് സാധിക്കും. ഈ ഒരു ബൾബിന് ഏകദേശം എത്ര രൂപയായിരിക്കും റേറ്റ്? 100 രൂപ എടുക്കാണ്ട് നിങ്ങൾക്ക് അതിന്റെ മറ്റൊരു ആളെ സഹായം കൂടെ അല്ലാതെ തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. 4 വാട്ട്സിന്റെ ബൾബാണ്. ഈ ഒരു ബൾബ് മാറ്റിയിടാൻ വേറെ ആരും വേണ്ട, നമുക്ക് തന്നെ മാറ്റിയിടാൻ പറ്റും. ശരി, ഇതിന് എത്ര വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? കാരണം അത് കിടക്കല്ലേ, അത് വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മളെ വീട്ടിൽ നമ്മളൊരു ആംഗിൾ ബാറ്ററിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ബൾബ് അതിനെപ്പോലത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിടുന്നില്ലേ, അതുപോലെ ഇത് നമ്മൾ വീണ്ടും ഒരു ബൾബ് മാറുന്നു, അത്രേ ഉള്ളൂ. വേറെ അതിനകത്ത് വേറെ ഒരു സംഭവമില്ല. ശരി, ഒരുപാട് രസകരമായിട്ടുള്ള ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഡബിൾ ലെയർ ആണ് വരുന്നത്. അത് ക്രിസ്റ്റലാണ്.
ഭയങ്കര മനോഹരമായിട്ടുള്ള ഇതിൻ്റെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇപ്പം സിംഗിൾ കളർ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് കളർ എന്ന് പറയുന്നത് വൈറ്റ്, വാം വൈറ്റ്, കൂൾ വൈറ്റ് അല്ലേ, ന്യൂട്രൽ വൈറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ്സുകളുണ്ട് അല്ലേ? ഉണ്ടല്ലോ. അപ്പോൾ ഈ ബൾബ് ടൈപ്പ് ആകുമ്പോൾ നമുക്ക് ഒറ്റ കളറായിരിക്കും. ഒറ്റ കളർ നമുക്ക് ഒരു 4 വാട്ട്സിൻ്റെ ബൾബൊക്കെ വരുന്നതാണെങ്കിൽ 8 വാട്ട് ആണെങ്കിൽ ബാമിൻ്റെ ലൈറ്റ് ആയിരിക്കും വരുന്നത്. അത് തന്നെ ഇപ്പം അപ്ഡേറ്റ് ആയിട്ട് 3 in 1 ഒക്കെ വരുന്നുണ്ട്. ഇതിലൊക്കെ LED ഇൻബിൽട്ട് ആയിട്ട് മോഡലിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, 3 in 1 ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ബാം, വൈറ്റ്, ന്യൂട്രൽ ഓരോ മൂഡിനനുസരിച്ച് നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പം നമ്മൾ കേട്ട് വാങ്ങിക്കുന്നതും കണ്ട് വാങ്ങിക്കുന്നതും നമ്മൾ വ്യത്യാസമാണ്. തീർച്ചയായും അല്ലേ? നമുക്ക് ആ പ്രൊഡക്റ്റ് കണ്ട് തൊട്ട് നോക്കാം, അതിൻ്റെ വർക്കിംഗ് എങ്ങനെ നോക്കാം, നമുക്ക് ശരിക്കും മനസ്സിലാക്കി മാത്രം പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഷോറൂമിൻ്റെ ഒരു പ്രത്യേകത. ഇതെന്താ മെറ്റീരിയൽ? ഇത് മെറ്റലാണ്. മെറ്റലാണ്. മുകളിലേക്ക് വന്നിട്ട് അത്യാവശ്യം ഫെദറൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ബദോമിൻ്റെയൊക്കെ അല്ലെങ്കിൽ സൈഡിലേക്ക് നമ്മൾ സോഫ കോർണറിലൊക്കെ കൊടുത്ത് നല്ല രസമായി. ഇനി ഓൺലൈനിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 2023 മുതലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് ഈ ടർക്കിഷ് മോഡൽ. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്. രസമാണ് അത് കാണുമ്പോൾ. അതിൻ്റെ ഇപ്പോൾ നമുക്ക് വാൾ ലൈറ്റ് ആണെങ്കിൽ അവൈലബിൾ ആണ്, അതുപോലെ ഡബിൾ ഹൈറ്റ് അവൈലബിൾ ആണ്. ഇവിടെ കുറേ അധികം വെറൈറ്റീസ് ഉണ്ട്. അവിടെ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ എന്താണ് ഒരു പ്രീമിയം ലെവലിലേക്ക് ആണെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ വീടിൻ്റെ വാളുകളൊക്കെ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു വാൾ ഡെക്കോറും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഡെക്കോർ ആൻഡ് ലൈറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഈ ഡെക്കോർ കാണുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ഫീലായിരിക്കും കിട്ടുക അല്ലേ. ഇപ്പോൾ ഓരോ മോഡൽ നമുക്ക് ആ ലിവിങ്ങിലും ഹാളിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ സാധനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കാണുമ്പോൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ലൈറ്റ്സുകൾ അല്ലെങ്കിൽ ഓണിലേക്ക് വരുന്നത് 330 രൂപ മുതൽ നമുക്ക് സ്കോറിയോയിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റൈറ്റ്സ് ഓണിലേക്ക് പോകും. അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് അറിയാനായിട്ട് സാധിക്കും. ഇനി ഈ പറഞ്ഞതുപോലെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ഹൈറ്റിലേക്കൊക്കെ വരുന്ന അല്ലേ, ഹൈ ബസ്സുകളിലേക്ക്. ഇതിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് നമ്മൾ കൃത്യമായിട്ട് ആദ്യം പ്ലാൻ ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ സ്റ്റെയർ ഏരിയയിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഹൈറ്റിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വരും. ഇത് ഒരുവിധം നമ്മളെ കൈ എത്താത്ത രൂപത്തിലാണ് നമ്മളത് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുത്തികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് അല്ലേ. നമുക്ക് ഇത്തരത്തിലുള്ള ലൈറ്റ്സുകളൊക്കെ നമുക്ക് എത്ര രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്? അത് ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡലനുസരിച്ച് അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു 7 രൂപ 8 രൂപയ്ക്കൊക്കെ സാധനം കിട്ടും. പിന്നെ നമ്മളതിൻ്റെ എണ്ണം ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലൊക്കെ വരുമ്പോൾ 25 പീസിൻ്റെ അത് 10 പീസിൻ്റെ അങ്ങനെ ഓരോ ഹാങ്ങിങ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രൈസ് റേഞ്ച് മാറുന്നത്. ശരി, ഇവിടേക്ക് വരുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള അല്ലേ, അതായത് എന്താണ് ലൈറ്റ്സ് എന്നൊക്കെ അത്യാവശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത്യാവശ്യം നല്ല. ഇപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു സാധനം നമ്മൾ ആറ്റിങ്ങനെ ഒരു വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്താണല്ലേ. ഇവിടെ മനോഹരമായിട്ടുള്ള കുറേ അധികം ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. കാര്യം നമുക്ക് ഇപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ, ഡൗൺ ടിൽറ്റ് ചെയ്യാം. ഇനി വോളിലേക്ക് വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ലൈറ്റ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. വാഷ് യൂണിറ്റിൻ്റെ ഒക്കെ മിററിലൊക്കെ മുകളിൽ കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഡ്രസ് ഏരിയയിലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന സംഭവം. ഇനി ഒരു ഫോട്ടോ ഫ്രെയിം ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്ര ലൈറ്റ് ഇതെല്ലാം ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ഈ രീതിയിലെല്ലാം നമുക്ക് റൊട്ടേറ്റ് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്ന ഈ ഒരു കളക്ഷൻസ് ഫുള്ള് ഈ ഏരിയയിൽ മൊത്തം ഇങ്ങനെ ഉള്ളതാണ്. അതെ നമ്മുടെ കുറെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കളറായിരുന്നു റോസ് ഗോൾഡ് അല്ലേ. അല്ലേ, ഇതിപ്പം അടിപൊളിയായിട്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ വളരെ ലൈറ്റ്സിൽ ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് സോളാർ ലൈറ്റ്. പല ആൾക്കാരും എന്താണ് പറയുക, ഈ ലൈറ്റ് കണക്ഷൻ കൊടുക്കാതൊക്കെ ഇരിക്കും ഔട്ട്സൈഡിലേക്ക്. അവർക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കോമ്പൗണ്ട് വാളിലൊക്കെ ഉണ്ടല്ലോ. കോമ്പൗണ്ട് വാളിലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ അങ്ങ് ഹുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റായി. ഇത് അത്യാവശ്യം വാറണ്ടി ഉള്ള അപ്പ് ആൻഡ് ഡൗൺ സീരീസ് വരുന്ന ലൈറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനം പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് ഇല്ലേ. ഇനി അതുപോലെ തന്നെ നമുക്ക് ഗേറ്റിന്റെ മുകളിലൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുന്ന സാധനമാണ്. എനിക്ക് തോന്നുന്നു ഇത്തരം ലൈറ്റുകളൊക്കെ നമുക്കൊരു 300 രൂപ പോലൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് വാറണ്ടി ഉള്ളതുകൊണ്ട് വാറണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ ലൈറ്റും ഒന്നും ഉണ്ടാവണമെന്നില്ല. പുറത്തൊക്കെ പോകുന്നവരാകാം, വീട്ടിൽ ആളില്ലാത്തവരാകാം, അങ്ങനത്തെ ഒക്കെ വളരെ ഉപയോഗപ്പെടുന്ന സാധനമാണ്. ലൈറ്റ് എപ്പോഴും ഇല്ലാതാവുന്നു, ആ സമയത്ത് ഇത് ഓൺ ആവുകയും അതുപോലെ തന്നെ അതിരാവിലെ ഓഫ് ആവുകയും ചെയ്യും. നമ്മൾ അതിനെപ്പറ്റി സ്വിച്ച് ഓഫ് ആക്കാൻ മറന്നു, അയ്യോ ഞാൻ സ്വിച്ച് ഓഫ് ആക്കാൻ വിട്ടുപോയി എന്നുള്ള ചിന്തയെ വേണ്ട. വീട്ടിൽ ആളുണ്ടോ ഇല്ലയോ എന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ഫോൾ സീലിംഗിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്രൊഫൈൽ ലൈറ്റ്സ് അല്ലേ. അത് പല ടൈപ്സിലുണ്ട്. ഇപ്പം സാധാരണ പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാത്തതാണ് ഇതിന്റെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ അല്ലേ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പിൽ നമുക്ക് ഹെവി ചാനൽ മുതൽ ഏറ്റവും സ്ലിം ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും സ്ലിം ആയിട്ടുള്ള സാധനം ഇതാണ് അല്ലേ. നമുക്ക് ഇത്ര തന്നെ വരുള്ളൂ. ഓക്കെ, ഇതിൽ തന്നെ 2 ടൈപ്പ് നമ്മളെ അവൈലബിൾ ആണ്. ഇതിപ്പം കൺസീൽഡ് ഉണ്ട്, ഓപ്പൺ ഉണ്ട്. നമ്മൾ കിച്ചൺ കബോർഡൊക്കെ കൊടുക്കുമ്പോഴേക്കെ
ഈ ടൈപ്പിലായിരിക്കും നല്ലത്. കാരണം അവിടത്തേക്ക് നമുക്ക് വലിയ സൈസ് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. വളരെ തിന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണത്. ഇനി അതുപോലെ തന്നെ എന്തൊക്കെയാണ് കോർണറിലേക്ക് വെക്കുന്ന വളരെ എന്താണ് ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ശരിക്കും ദാണ്ട ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഉദാഹരണമാണെങ്കിൽ ദാണ്ട ഇങ്ങനെ വെച്ച് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇത് കോർണറിലേക്ക് കറക്റ്റ് ആയിട്ട് പോകും. ഇതല്ലേ ഇത് ഓപ്പൺ സർഫസ് അല്ലേ? അതെ അല്ലേ? അതെ. ഇതിനകത്തേക്ക് വരുന്നതിന് പിന്നെ നോൺ ഡ്രൈവും ഉണ്ട്, ഡ്രൈവും ഉണ്ട്. ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് അത് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്പേസ് കാണണം. നോൺ ഡ്രൈവിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ സ്ട്രിപ്പ് വരുന്നുണ്ട്. ഡയറക്റ്റ് കറണ്ടിൽ കൊടുക്കാൻ പറ്റുന്ന സ്ട്രിപ്പുകളുണ്ട്. ഇതിപ്പോൾ നമ്മൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും സ്ട്രിപ്പ് കൊടുക്കാൻ പറ്റില്ല. ഡയറക്റ്റ് AC അല്ല, കറണ്ട് അല്ലല്ലോ. അതെ. അത് ഇപ്പോൾ നമുക്ക് അതിനൊരു മാർഗം വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും, ഡയറക്റ്റ് കൊടുക്കാം. പലപ്പോഴും ഈ ഇലക്ട്രീഷ്യൻസിൻ്റെയൊക്കെ ഇഷ്ടത്തിനാണ് ഇത്തരം പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ലൈറ്റൊക്കെ സ്മാർട്ടായി തുടങ്ങി അല്ലേ? അതെ. ഇത് സ്മാർട്ട് സീരീസ് ആണ്. അനുസരിച്ച് നമ്മൾ മാറണം. അതെ. ശരിക്കും നോക്കിയാൽ ഈ ഒരു മൊബൈൽ ആപ്പ് വഴിയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. നമുക്ക് തന്നെ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ആപ്പ് വഴി നമ്മൾ ഓൺ ആക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതിന്റെ നമുക്ക് ഇന്റൻസിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ? കുറക്കാൻ അതുപോലെ വാമാക്കാം, വൈകാക്കാം, ന്യൂട്രലാക്കാം. ഓക്കെ. അല്ല, നമ്മൾ ഇരിക്കുന്ന ഇടത്ത് നിന്നിട്ട് നമുക്ക് നമ്മുടെ റൂമിനെ ഇങ്ങനെ സ്മാർട്ടാക്കി ശരി. യൂസ് ചെയ്യാം. ഇതിപ്പോ വൈഫൈ വഴി ഇതിന്റെ ആപ്ലിക്കേഷൻ വഴി കണക്ട് ചെയ്തതാണ് പറ്റും. ഇനി ഇതൊന്നും വേണ്ടാതെ വെറുതെ റിമോട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു സാധനം അല്ലേ, അത് റോപ്പോളിൽ വരുന്നതാണ്. അതായത് റിമോട്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബോഡിയാണോ വൈറ്റ് ബോഡി എടുക്കാം, ബ്ലാക്ക് ബോഡിയാണോ ബാക്ക് ബോഡി എടുക്കാം. അത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് ഏത് വേണം അവിടത്തേക്ക് പറ്റുന്ന നോക്കി സെലക്ട് ചെയ്യാം. ഇതൊക്കെ വാറണ്ടി ഉള്ളതല്ല? എല്ലാം വാറണ്ടി ഉള്ളതാണ്. ഇത് റിമോട്ട് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഹാളിൽ ഇപ്പോൾ നമ്മളൊരു 6 പീസാണ് 6 ലൈറ്റാണ് ചെയ്യുന്നതെങ്കിൽ ആ 6 ലൈറ്റ് ഒരൊറ്റ റിമോട്ട് വെച്ചിട്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അത് വൈറ്റ് ആക്കാം, വാമാക്കാം, ന്യൂട്രലാക്കാം. അതുപോലെ നമുക്ക് അത് ഒരു ഡിമ്മോ മൂഡിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിം മൂഡിലേക്കും കൊണ്ടുവരാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോൾ സീലിംഗിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സാധനമാണ്. പല ലൈറ്റ്സുകളും നമുക്ക് ഡയറക്റ്റ് നമുക്ക് കോൺക്രീറ്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം കേട്ടോ. ഇതൊന്നും ശരിക്കും നമുക്ക് ജിപ്സം സീലിംഗ് ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. ഇത് നമ്മുടെ കോൺക്രീറ്റിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് സ്ക്രൂ ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ്, ഈ ടോപ്പിലേക്ക് കാണുന്ന ഈ എല്ലാ മോഡൽസും നമുക്ക് ഡയറക്റ്റ് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിനാണ് ഈ പറഞ്ഞ ഒരു ലൈറ്റിംഗ് കൺസൾട്ടന്റ് നമുക്ക് ആവശ്യം വരുന്നത്. നമുക്ക് കോൺക്രീറ്റിന് മുമ്പേ നമ്മൾ ഈ പോയിന്റ് ഇട്ടിരിക്കണം. അല്ലേ? അത് മസ്റ്റാണ്. ഇനി കുറെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇതിൽ തന്നെ നമുക്ക് എന്താ പറയുക 360 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെൽറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന മോഡൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആകും. അതെ. ഇതിന് നമുക്ക് ഇതുപോലെ ചെറുതാണെങ്കിൽ ചെറിയ വാട്ട്സിൽ കൊടുക്കാം, വലുതാണെങ്കിൽ വലിയ വാട്ട്സ് കൊടുക്കാം. നമ്മുടെ ലൈറ്റ്സിലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ മാഗ്നറ്റിക് പ്രൊഫൈൽസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ സ്റ്റുഡിയോ പോലുള്ള അല്ലെങ്കിൽ മാക്സ് ട്രെൻഡ്സ് പോലുള്ള ഷോപ്പുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ കൊടുത്തിരിക്കുന്ന ഒരു ലൈറ്റ്സ് കാണാം. അതൊക്കെ എപ്പോഴും ഇങ്ങനെ ഇതാണ് അതിന്റെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് അല്ലേ? മാഗ്നറ്റിക് ട്രാക്ക് ഇതാണ്. ഇതിന്റെ പുതിയൊരു വെർഷനാണ് ഇതിന്റെ സ്ലിം ട്രാക്ക്. അല്ലേ? 3 ടൈപ്പാണ് മാഗ്നറ്റിക്. ഒന്ന് കൺസീൽഡിന്റെ, ഇതിപ്പോ നമുക്ക് കൺസീൽഡ് ആണ്. അതിന്റെ തന്നെ നമുക്ക് മാഗ്നറ്റിക് തന്നെ ഈ ടൈപ്പ് തന്നെ നമുക്ക് ഓപ്പൺ വരുന്നുണ്ട്. ഇപ്പൊ പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് നമുക്ക് മാഗ്നറ്റിക്കിന്റെ സ്ലിം ട്രാക്ക്. വളരെ തിന്നായിട്ടുള്ള ഒരു ചാനലാണ്. ഓക്കെ. അത് നമുക്ക് പുറത്ത് നമുക്ക് ഓപ്പൺ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ചെയ്യുമ്പോൾ വളരെ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ചില ആളുകൾക്ക് കുറച്ച് നേരത്തെ നമ്മൾ പറയുന്ന പോലെ ഈ ജിപ്സം ചെയ്ത് വർക്കൊക്കെ കഴിഞ്ഞ ഒരാൾക്ക് ഏറ്റവും നല്ലത് സ്ലിം ട്രാക്ക് എടുത്തിട്ട് ചെയ്യുന്ന ആൾക്ക്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പിന്നെ ഓപ്പൺ ആയിട്ട് വെക്കാൻ പറ്റില്ല. കൺസീൽഡ് ആയിട്ട് വെക്കുന്ന സമയത്ത് ജിപ്സം ചെയ്യുന്നതിന് മുന്നേ ഇത് പ്ലാൻ ചെയ്ത് വെക്കണം. കാരണം ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ അവിടെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്താലേ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടും. മറ്റേതാവുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഇത്രയും ലൈറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മാഗ്നറ്റിക് ട്രാക്കുകളിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള മാഗ്നറ്റിക് ലൈറ്റുകളാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. പക്ഷേ അതേ സമയം നമുക്ക് ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് നമുക്ക് നമ്മുടെ കോൺക്രീറ്റിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കിയാൽ കണ്ടു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാ. പക്ഷെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു മാഗ്നറ്റിക് ട്രാക്കോ പ്രൊഫൈലോ ആവശ്യമില്ല. ഇത് ഡയറക്റ്റേക്ക് ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും ഇത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? പക്ഷേ നമ്മൾ ഏകദേശ കാര്യങ്ങളൊക്കെ കവർ ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? അതെ. നമുക്ക് ഇവിടെ കാണുന്ന ഒരുപാട് നമ്മുടെ ഗേറ്റ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ തന്നെ നമ്മുടെ ആ ഒരു കാസ്റ്റൈൻ അല്ലേ, ഇത് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ കാസ്റ്റൈൻ ലൈറ്റ്സുകൾ വാട്ടർ പ്രൂഫിംഗ് ആണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ സോളാറിനെ കുറിച്ചിട്ട് പറഞ്ഞു. നമുക്ക് സർഫസ് LED-കളാണ് ഉള്ളത്, സ്പോട്ട് ലൈറ്റുകൾ അവൈലബിൾ ആണ്. അതായത് ഒരു വീടിന് ആവശ്യമായിട്ടുള്ള A to Z സ്കോറിയയിൽ അവൈലബിൾ ആണ്. നമുക്ക് കേരളത്തിൽ എത്ര ഷോപ്പാണ് സ്കോറിയക്ക് നിലവിൽ? കേരളത്തിൽ 6 ഷോറൂം.
ഇത് കറക്റ്റായിട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കൽ 16 മൈൽ എന്നാ വരുന്നത്. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയുടെ സൈഡിലാണ് നമ്മുടെ പെട്രോൾ പമ്പിന്റെ ഏകദേശം ഓപ്പോസിറ്റ് ബിൽഡ് ഹബ്ബ്. ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ സൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലൈറ്റിങ്ങിന്റെ കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രോഡക്റ്റ് പരിചയപ്പെടാനൊക്കെ എപ്പോഴാണെങ്കിലും ബഷീർക്കായെ കോൺടാക്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അതിന് റെഡി ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഞാൻ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കേരളത്തിന്റെ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, അല്ലേ, പർച്ചേസ് ചെയ്യാം. നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ടോ? ഡെലിവറി ചെയ്യുന്നു. കേരളത്തിൽ എവിടത്തേക്ക് വേണമെങ്കിൽ നമുക്ക് അവർ പ്രോഡക്റ്റ് കണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ത്രൂ സർവീസ് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്ര തന്നെയൊക്കെ ഉള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുപിട്ടാം. അതുവരേക്കും ബൈ ബൈ.